കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധി ഇന്നറിയാം. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമെന്ന് സൂചിപ്പിച്ച കോടതിയോട് തന്നെ വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്നായിരുന്നു ചെന്താമരയുടെ വെല്ലുവിളി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, തൂക്കുകയർ എന്നൊരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് തന്നെയാണ് സുധാകരന്റെ മക്കളും പറയുന്നത്. അതായത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ്. ഒപ്പം തന്നെ കോടതിയിൽ പോലും ജഡ്ജിയുടെ മുഖത്ത് നോക്കിപ്പോലും വെല്ലുവിളിക്കുകയാണ് ഒരു കൊടും കുറ്റവാളി. അപ്പോൾ ഇന്ന് 11 മണിയോടുകൂടി വിധി വരുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? രാഖി, 11 മണിയോടെ കോടതി നടപടികൾ ആരംഭിക്കും. ആദ്യം കഴിഞ്ഞ ദിവസം ഈ ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധിയിന്മേലുള്ള വാദങ്ങളാണ് ഉണ്ടാവുക. വിധിയിന്മേൽ പ്രോസിക്യൂഷൻ്റെയും അതുപോലെ തന്നെ പ്രതിഭാഗത്തിൻ്റെയൊക്കെ വാദങ്ങൾ ഉണ്ടാവും. ആ വാദം എത്ര സമയം നീളും എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക. സാധാരണഗതിയിൽ ചിലപ്പോൾ ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമോ മറ്റോ ഒക്കെ ശിക്ഷാവിധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മറ്റൊരു ദിവസത്തേക്ക് ശിക്ഷാവിധി എന്നുള്ള തരത്തിലേക്കും കോടതി തീരുമാനിക്കാനുള്ള സാഹചര്യമുണ്ട്. ഏതായാലും ഈ ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഈ കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ കോടതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സമയത്ത് കോടതിയെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെയാണ് ഈ ചെന്താമര ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ജഡ്ജി പറയുന്ന സമയത്ത് അതിന് മറുപടിയായിട്ട് വേണമെങ്കിൽ തന്നെ തൂക്കിക്കൊന്നോളൂ എന്നുള്ള തരത്തിലുള്ള പ്രതികരണമായിരുന്നു ചെന്താമരയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൂടാതെ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു കവിളത്തടിച്ചാൽ മറുകവിള കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിജിയല്ല, തനിക്കെതിരെ ആര് വന്നാലും അവരെയൊക്കെ വകവരുത്തുമെന്നുൾപ്പെടെ ചെന്താമര പറയുകയുണ്ടായി. ഈ ജില്ലാ സൈക്കോളജിസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കോടതി പറയുന്ന സമയത്ത് തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്നുള്ള തരത്തിലും ഈ ചെന്താമരയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ കോടതിയെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചെന്താമര, ഏതായാലും ഈ ചെന്താമരയുടെ ക്രൂരകൃത്യം ഇനിയും ഈ വ്യക്തി പുറത്തിറങ്ങുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഈ ആളുകളെ ഇനിയും ആക്രമിക്കാനും കൊലപ്പെടുത്താനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വധശിക്ഷ എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം ഇത്രയും വലിയൊരു കേസ്, ഇതിൽ നേരത്തെ 2019 ഓഗസ്റ്റ് 31 സജിത എന്ന യുവതിയെ ഈ ചെന്താമര കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ആ കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ പരോളിൽ ഇറങ്ങിയതിന് ശേഷമായിരുന്നു പിന്നീട് ഈ ഇരട്ടക്കൊലപാതകം നടത്തുന്നത്. അതേ സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ആയിരുന്നു കൊലപ്പെടുത്തിയത്. ഏതായാലും ഇങ്ങനെ ഒരു ക്രൂര കൃത്യം ചെയ്തിട്ടുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വധശിക്ഷ നൽകണം എന്ന ആവശ്യം വലിയ രീതിയിൽ ശക്തമാവുന്ന ഒരു സ്ഥിതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വധശിക്ഷ നൽകുന്നതിന് വളരെ സാധ്യതകളേറെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ 2022 സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് അതിൽ പറയുന്നത് ഈ പ്രതിയുടെ പ്രായം, അതുപോലെ പശ്ചാത്തലം, മാനസിക നില, ജയിലിലെ പെരുമാറ്റം, അയാൾ ഇനി തെറ്റുതിരുത്തപ്പെടാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നുള്ളതാണ്. ഇതിനായിട്ട് പ്രൊബോഷൻ ഓഫീസറുടെ റിപ്പോർട്ട്, ജയിൽ അധികൃതരുടെ പെരുമാറ്റ സർട്ടിഫിക്കറ്റ്, സൈക്കാട്രിസ്റ്റിൻ്റെ റിപ്പോർട്ട് എന്നിവയൊക്കെ നിർബന്ധമായിട്ടും വിചാരണ കോടതി ശേഖരിക്കണമെന്നൊക്കെ സുപ്രീം കോടതി വിധി പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ ഇത്തരത്തിലുള്ള പ്രായമാണെങ്കിലും അതല്ലെങ്കിൽ ഈ വ്യക്തി ഇനിയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കൊലപാതകമോ മറ്റോ നടത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇയാളുടെ ജയിലിലെ പെരുമാറ്റമാണെങ്കിലും ഇതെല്ലാം ഈ ചെന്താമരയ്ക്ക് എതിരാണ് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു വധശിക്ഷ തന്നെ ഈ കേസിൽ ചെന്താമരയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. ഏതായാലും ഇന്നിപ്പോൾ ആദ്യം ഈ കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ നേരത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആ ഒരു അതിലുള്ള വാദങ്ങളായിരിക്കും ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ ശിക്ഷ വിധി പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ്. ശരി അരുൺ, എന്തായാലും നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് കേരളം കാത്തിരിക്കുന്ന വിധി വരികയാണ്. എന്താണ് ശിക്ഷയെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് മിനിഞ്ഞാന്നായിരുന്നു. എന്തായാലും ഇന്നത്തേക്കാണ് വിധി പറയാനായി കോടതി മാറ്റിയത്. തൂക്കുകയർ അത് തന്നെയാണ് സുധാകരന്റെ മക്കൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ വധശിക്ഷ പ്രോസിക്യൂഷനും ആവശ്യമായി ഉന്നയിച്ചിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.